കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് നല്ലൊരു സ്നാക്ക്, സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ മസാല തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഉള്ളി ചേർത്ത് കൊടുക്കാം, ചെറുതായി മുറിച്ചത്. അതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അത് ഒന്ന് ഉള്ളി നല്ലപോലെ വഴന്ന് വന്നാൽ നമുക്ക് അതിൽ കുറച്ച് മസാല ചേർക്കണം. ഇത് ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാല ചേർക്കാം. അതിന് ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു 3 മുട്ട കൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ഇതിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് മുളകും പച്ചമുളകും ഒരു പകുതി മുളക് മതിയാവും. അതും കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഒന്ന് നല്ലപോലെ കലക്കി കിട്ടിയാൽ മതിയാവും. അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കണം. അത് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലോ ഉപയോഗിക്കുന്നോ അത് വെച്ചിട്ട് ഒന്ന് തൂക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാ സൈഡിലേക്കും ഒന്ന് ഇങ്ങനെ ചേർന്ന് വെക്കുന്നത് പോലെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇത് ഫുള്ളും പൊട്ടിച്ചിട്ടായാലും ഇത് നിറച്ചും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ചെറിയ ചെറിയ പീസായിട്ട് മുക്കി ഇതിൻ്റെ ഗ്യാപ്പിലെല്ലാം നിറച്ച് കൊടുക്കണം. ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മസാല ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ഇതിലേക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ബ്രെഡ് എടുത്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ മുട്ടയിൽ മുക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാ സൈഡും വെച്ച് കൊടുക്കണം. എല്ലാ ബ്രെഡും ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരികെല്ലാം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. മറ്റേ ബ്രെഡുമായിട്ട് ഒന്ന് ഒട്ടി നിൽക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഈ മുട്ട കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ കാണാൻ ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്ന ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. 5-10 മിനിറ്റ് ഏകദേശം നമുക്ക് ആവും. ഇത് ആവിക്കിട്ടണമെങ്കിൽ ആദ്യം 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇത് മൂടി കുറച്ച് സമയം വേവിക്കാൻ വെക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. സൈഡെല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഈ ഭാഗവും കൂടെ ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ അത് 1-2 മിനിറ്റ് വെച്ചാൽ മതി. ഇത് വെന്തതായതുകൊണ്ട് വേഗം പെട്ടെന്നായി കിട്ടും. നമുക്ക് ഇത് തിരിച്ചിട്ട് വേറെ പാനിലേക്ക് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് സൈഡിലൊന്ന് നെയ്യ് ഒന്ന് ഒരു സ്പൂണോ മറ്റോ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് 2 മിനിറ്റായി. ഇതായി കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എപ്പോഴും ബ്രെഡ് ഇങ്ങനെ നമ്മൾ പലമാതിരി ആയിട്ട് തന്നു. ഇതൊരു വെറൈറ്റി ആയിട്ട് നല്ല എരിവുള്ള ഒരു സ്നാക്ക് ആയിട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം ഇത് കഴിക്കാൻ പറ്റും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.